മൊബൈൽ ഫോണിന് ലോക്കില്ലാത്ത എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ ലോക്കല്ല, ആർക്കും തുറക്കാം, ഞാൻ നീക്കിയാൽ മതി തുറയും. മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യാത്ത എത്ര വാപ്പുണ്ട്, എത്ര അമ്മ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? മൊബൈൽ ഫോൺ ലോക്കാക്കേണ്ടി വരുന്നത് എന്തിനാ? കുട്ടികൾ കളിക്കാതിരിക്കാനാണെങ്കിൽ ഓക്കെ, പക്ഷെ കുട്ടികൾ കളിക്കാതിരിക്കാനല്ല നമ്മൾ പലപ്പോഴും ലോക്കാക്കുന്നത്. നമ്മൾ അറിയാതെ എവിടെയെങ്കിലും വെച്ച് പോയിട്ട് വേറെ ആരെങ്കിലും തുറക്കരുത് എന്ന് കരുതിയിട്ടാ. എന്താ അതിൻ്റെ രഹസ്യം? എല്ലാവർക്കും സംഭവം ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് എവിടെ കുട്ടികളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാകുക? യോഗ്യതയുടെ പ്രശ്നമാണ്. ആൾക്കാർ പറയലുണ്ട്, പഴയ കാലത്ത് പള്ളിക്കത്ത മൊല്ലാക്ക ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പീഡിയക്കൊലയും ആർക്കും ഇരിക്കാൻ തോന്നൂല, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ മോശമായി, ആരും എഴുന്നേൽക്കണില്ല. അങ്ങനെയല്ല. പിന്നെ ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. വാപ്പാക്ക് യോഗ്യതയുണ്ടോ? മാഷ്ക്ക് യോഗ്യത ഉണ്ടോ? ഉമ്മാക്ക് യോഗ്യത ഉണ്ടോ? ടീച്ചർക്ക് യോഗ്യത ഉണ്ടോ? ഉസ്താദിന് യോഗ്യതയുണ്ടോ? ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. പ്രസിഡന്റിന് യോഗ്യത ഉണ്ടോ? അയാളെ കണ്ടാൽ എഴുന്നേറ്റിക്കാതിരിക്കാൻ കഴിയില്ല. സെക്രട്ടറിക്ക് യോഗ്യത ഉണ്ടോ? ഞാൻ വേറുള്ളവരെ യോഗ്യത അല്ല പരിശോധിക്കേണ്ടത്, ഞാൻ എൻ്റെ യോഗ്യതയാണ് പരിശോധിക്കേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ യോഗ്യത പരിശോധിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ യോഗ്യത എന്തെന്നുള്ളതല്ലേ ഞാൻ പരിശോധിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമുക്ക് വാപ്പാർക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാപ്പ തൻ്റെ മകന് കൊടുത്ത ഉപദേശമുണ്ട്. ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം അത് പറയാനായിട്ട് ഖുർആനിലൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം. യാ ബുനയ്യ, കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ഒരുപാട് ഉപദേശങ്ങളാണ്. ഷിർക്ക് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു വേൾഡ് വൈഡായിട്ടുള്ള ലോകവ്യാപകമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് തൻ്റെ മകനെ ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നതാണ് രംഗം. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്നതാണ് മുഅ്തമദായ അഭിപ്രായം. ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം. കറുത്ത വർഗക്കാരനാണ് സയ്യിദുനാ ലുഖ്മാൻ, കറുത്ത വർഗക്കാരനായ ഒരാളാണ്. മൂപ്പര് തൻ്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിലുണ്ട്. എന്താ ലുഖ്മാന് മകനെ ഉപദേശിക്കാണ്ടായ യോഗ്യത? അതിനൊരു യോഗ്യത ഉണ്ട്. ലുഖ്മാന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉമ്മ ഉണ്ട്, ലുഖ്മാനും ഉമ്മ ഉണ്ട്. ലുഖ്മാന് എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ലുഖ്മാൻ പോവുകയാണ്, വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. എന്നും ചോദിക്കും, എല്ലാ ദിവസവും ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, വരുമ്പോൾ കൊടുന്നു കൊടുക്കും. ഉമ്മക്ക് പ്രായമായി, പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ തുടങ്ങി. ഒരു ദിവസം ലുഖ്മാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഉമ്മാട് ചോദിച്ചു, ഉമ്മ ഞാൻ പോവുകയാണ്, ഉമ്മാക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ, ഒന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണുണ്ട് പറഞ്ഞു. സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ്. ഉമ്മാൻ്റെ കാലിലോട്ട് നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണെടുത്ത് കണ്ട് ഉമ്മാക്ക് കൊടുത്തിട്ട് ലുഖ്മാൻ പറഞ്ഞു, ഇത്രേ ഉമ്മ, സ്വർഗത്തിലെ ഒരു പടി മണ്ണ് തന്നെയാണ്, ഇത് കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ ഇന്ന് പോണില്ല, ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലക്കാരനല്ല ലുഖ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടോ. പക്ഷെ സ്വർഗം ഉമ്മാൻ്റെ കാലിലോട്ടിലാണ് എന്നത് ആദം നബി മുതലുള്ള തത്വമാണ്. നമ്മൾ എത്ര ആൾക്ക് ഉമ്മാൻ്റെ കാലിലോട്ടാണ് സ്വർഗം എന്ന് ഉറപ്പായിട്ടുണ്ട്? തന്നെയാണ് ഒരു പ്രശ്നം. ലുഖ്മാൻ ഉറപ്പായിരുന്നു, അതുകൊണ്ട് മൂപ്പരെ മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി. നമുക്കൊരു 5 സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു പെരിയാവുമ്പോഴേക്ക് തറവാട്ടിൽ പാർക്കണ വാപ്പാനും ഉമ്മാനെയും കണ്ടുകൂടെങ്കിൽ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. യോഗ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. യോഗ്യതയുണ്ടോ അംഗീകരിക്കപ്പെടും. അപ്പൊ ഉമ്മാനും അപ്പാപ്പാനും നോക്കുക എന്നതാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത. നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ കേൾക്കാത്ത എന്തുകൊണ്ടാ? നമ്മളെ ഉമ്മാനും അപ്പാനും നോക്കാത്തതുകൊണ്ടാണ്. വേറെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മക്കൾ നന്നാവണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യണം, 4 പ്രത്യേകമായിട്ടും ചെയ്യണം. 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് പദ്ധതികൾ SKSFന്റെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. തർബിയ എന്ന പേരിൽ
രക്ഷിതാക്കൾക്ക് വേറെ ക്യാമ്പ്, കുട്ടികൾക്ക് വേറെ ക്യാമ്പ്, സ്ത്രീകൾക്ക് വേറെ ക്യാമ്പ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ, എല്ലാം നല്ല കാര്യമാണ്. എല്ലാം നല്ല കാര്യം, എല്ലാം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, തായും കുറച്ച് ആൾക്കാരെ കാണാണ്ട് ഇത്തരം സമയം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു അത്ഭുതമാണ്. സാധാരണ അങ്ങനെ ഇരിക്കലില്ല. ഞാൻ എന്ത് വീരവാദം പറഞ്ഞാലും ആൾക്കാർ നീച്ച പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇരിക്കണമെന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് സംഘാടകരുടെ ഏറ്റവും വലിയ വിജയമാണ്. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ സംഘാടകർ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹലിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നോട്ടീസൊന്നും അല്ലാതെയും ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. കുറേ കാര്യങ്ങൾ പറയണം, 4 ഞാൻ പറയാണ്, ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ 4 പറയണം. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. നല്ല മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. ഈ 4 എന്തായാലും ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചാൽ കുട്ടികൾ നേരാവും. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളാരും കുട്ടികളെ ഞമ്മക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല, കുടുങ്ങിയിട്ട് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല. പെണ്ണുങ്ങൾക്ക് പള്ളയിലുണ്ടായപ്പോൾ മൂപ്പര് അസർക്കാരം കഴിഞ്ഞിട്ട് സുലൈമാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പീടിക്ക് പോവുകയാണ്. പീടിയിൽ ഇങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത്, പരിപ്പടി ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ വരുന്നുണ്ട്. അബ്ദുറഹ്മാനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നു കേട്ടോ, ഈ മാസം പെണ്ണിന് കുളി ഉണ്ടായിട്ടില്ല. നമ്മളെ കുട്ടികളെ ആഗ്രഹിച്ച് കിട്ടിയതല്ല, പറ്റിച്ചിട്ട് കിട്ടിയതാണ്. ഓരോരുത്തർ അവനെ മനസ്സൊന്നിങ്ങനെ നോക്കുക എന്നുള്ള അതിനെ പറഞ്ഞതിൻ്റെ. കല്യാണം കഴിഞ്ഞേക്കാൻ ആയതിനെ തീരുമാനിക്കും 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ട. ഫസ്റ്റത്തെ തീരുമാനം അതാണ്. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. സൽക്കാരൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. ആദ്യത്തെ തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ്. അള്ളാന്റെ ദുന്യാവിൽ മനുഷ്യനല്ലാത്ത വേറൊരു ജീവിയും കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണ ചേരൂല. മനുഷ്യനെന്ന ഇരുക്കാലി ജന്തു മാത്രമേ കുട്ടികളുണ്ടാവരുതേ 3 കൊല്ലത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇണ ചേരാറുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല കുട്ടികൾ, കുടുങ്ങിയിട്ട്. മറിയാമ്മ വെള്ളം കോരാൻ പോയപ്പോൾ റംലുവിനോട് പറഞ്ഞു, എന്ത് റംലോ സംഗതി പറ്റിച്ചു, കുടുങ്ങിയെന്നാണ് തോന്നുന്നത് കേട്ടോ, ഈ മാസം കുളി ഉണ്ടായിട്ടില്ല. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുടെയും മനസ്സ്. എന്നിട്ട് പിന്നെ നമ്മൾ സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കാൻ വേണ്ടി ദോരക്കുക, ഹാഫിദാവാൻ വേണ്ടി ദോരക്കുക, സ്വാലിഹാവാൻ വേണ്ടി മജ്ലിസുനൂർക്ക് 500 റുപ്യ കൊടുക്കുക. ഇത് സംഗതി അതിനൊന്നുമല്ല, ഇത് വേണ്ടാന്ന് കരുതിയതായിരുന്നു, എന്നിട്ട് കിട്ടിയതാണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ നാസർ വൈസി തിരുവത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഘടനാ പ്രവർത്തകൻ, സമസ്തയുടെ ഒരു സജീവ പ്രവർത്തനം നടത്തുന്ന മന്ദബുദ്ധികൾക്കുള്ളൊരു സ്ഥാപനമുണ്ട്, തിരുവത്ര നാസർ വൈസി. 2-3 മാസം മുമ്പ് ഞാൻ ആ സ്ഥാപനം കാണാൻ വേണ്ടി പോയി. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പം നാസർ വൈസിനോട് ചോദിച്ചു, വൈസിയെ ഇവിടെ നിങ്ങൾ ഡോക്ടർമാരൊക്കെ കൊടുന്നിട്ട് കുട്ടികളെ പരിശോധിക്കലുണ്ടോ ചോദിച്ചു. നാസർ വൈസി പറഞ്ഞു, ആ പരിശോധിക്കലുണ്ട് പറഞ്ഞു. ഈ പൈസക്കാരെ കുട്ടികളാ പൈസ ഇല്ലാത്ത കുട്ടികളാ മന്ദബുദ്ധികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു. മൂപ്പര് റിസൾട്ട് പറഞ്ഞതിന് കണ്ണാണാത്തവരധികവും ഫക്കീറന്മാരാണ്. സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികവും സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അധികം എന്നാട്ടോ പറഞ്ഞത്, എല്ലാം അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വണ്ടിയുടെ കാറ്റ് വയ്ക്കാൻ നടക്കുമൊന്നും വേണ്ട, അധികം അങ്ങനെയാണ്. കണ്ണാണാത്ത അധികം പരിശോധിച്ചാൽ ഫക്കീറന്മാരേക്കാരം, സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികം പരിശോധിച്ചാൽ സമ്പത്തുള്ളവരാണ്. എന്താ കാരണം? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, വേണ്ടാന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഗർഭമുണ്ടായി. ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് ഇളക്കി കളയാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കും. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യും. ഈ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ബ്രെയിനിലുണ്ടാകുന്ന നെഗറ്റീവ് വർക്ക് കുട്ടിയെ ദോഷകരമായി ബാധിക്കും. അല്ലെങ്കിൽ അബോർഷന് വേണ്ടി മരുന്ന് കഴിക്കും, ആ മരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെ ആയിരിക്കും. കുട്ടിയോട്ട് ഇളകി പോകൂല്ല, മരുന്നാണ് കഴിക്കുകയും ചെയ്തു. ചിലപ്പോൾ വല്ല നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തും. ആ നാടൻ പ്രയോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെയാണ്. ഇത് കുട്ടികൾ മന്ദബുദ്ധികളാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എല്ലാ മന്ദബുദ്ധികളും അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതെന്ന് നാസർ വൈസി തിരുവത്രയോട് അവിടെ പരിശോധിക്കാൻ വന്ന ഡോക്ടർമാർ പറഞ്ഞു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് അതേമാതിരി തന്നെ കേൾക്കുക. അവിടെ പരിശോധിക്കാൻ വേണ്ടി വന്ന ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്.